പ്രാകൃതം, പൈശാചികം, മൃഗീയം. കഴിഞ്ഞ 3 മാസമായി കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികൾ നേരിട്ടത് അതിക്രൂരമായ റാഗിംഗ്. 3ാം വർഷ വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ മുറിയിൽ അതിക്രമിച്ച് കയറിയാണ് അക്രമം നടത്തിയത്. പരാതിക്കാരായ വിദ്യാർത്ഥികളെ ഹോസ്റ്റൽ മുറിക്കുള്ളിലെ കട്ടിലിൽ കിടത്തി കയ്യും കാലും കെട്ടിയിട്ട് ശരീരത്തിൽ കോമ്പസ് ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിച്ചു. മുറിവിൽ നിന്നും ചോര വരുന്ന ഭാഗത്ത് ബോഡി ലോഷനും പുരട്ടി. നിലവിളിച്ച് കരങ്ങിയ വിദ്യാർത്ഥികളുടെ വായ്ക്കുള്ളിൽ ബോഡി ലോഷനും ഫേസ് ക്രീമും ഒഴിച്ചു. വിദ്യാർത്ഥികളുടെ സ്വകാര്യ ഭാഗത്ത് വ്യായാമത്തിനുപയോഗിക്കുന്ന ഡമ്പലുകൾ തൂക്കിയിട്ട് ഉപദ്രവിച്ചു. എല്ലാം വിദ്യാർത്ഥികൾ തന്നെ ദൃശ്യങ്ങളിൽ പകർത്തി. എല്ലാ ഞായറാഴ്ചയും മദ്യപിക്കുന്നതിനായി വിദ്യാർത്ഥികളിൽ നിന്ന് പണം പിരിച്ചു. കോളേജ് അധികൃതർക്ക് പരാതി നൽകിയാൽ വീണ്ടും ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. സീനിയേഴ്സിനെ പേടിച്ച് പരാതിക്കാരായ വിദ്യാർത്ഥികൾ വീടുകളിൽ പോലും വിവരങ്ങൾ പറഞ്ഞിരുന്നില്ല. പ്രിൻസിപ്പൾ പരാതി കൊടുത്തപ്പോഴാണ് നമ്മൾ ഈ സംഭവം അറിയുന്നത്. ഇന്ന ഒരു ദിവസം ശല്യം ചെയ്യും, പൈസ പിടിച്ച് വരികയും ശല്യം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഞങ്ങൾ പറഞ്ഞത് വേണ്ട, ഞങ്ങൾ പോലീസിലേക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ആര് വേണ്ട നടപടി എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിക്രമം സഹിക്കാൻ വയ്യാതെ വന്നതോടെയാണ് 3 വിദ്യാർത്ഥികൾ കോളേജിൽ പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോളേജ് പ്രിൻസിപ്പളാണ് ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകിയത്. നമ്മളോടിപ്പം ഡീറ്റെയിൽഡ് അന്വേഷണത്തിന് കമ്മീഷനെ ഇന്ന് തന്നെ നിയോഗിക്കുന്നുണ്ട്. അതുടൻ തന്നെ നടക്കുന്നതാണ്. അതനുസരിച്ചും കോടതിക്ക് കൈമാറിയ സ്ഥിതിക്ക് അവിടുത്തെ നടപടികളും അനുസരിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. നമുക്ക് പരാതി കിട്ടിയ ഉടൻ തന്നെ നമുക്ക് വേണ്ട നടപടികൾ എടുത്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടെ കോട്ടയം മൂന്നിലവ് സ്വദേശി സാമുവൽ, വയനാട് നടവയൽ സ്വദേശി ജീവ, മലപ്പുറം മഞ്ചേരി സ്വദേശി റിജിൽജിത്ത്, മലപ്പുറം വണ്ടൂർ സ്വദേശി രാഹുൽ രാജ്, കോട്ടയം കോരത്തോട് സ്വദേശി വിവേക് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് അറസ്റ്റും രേഖപ്പെടുത്തി. പ്രതികളുടെ ഫോണിൽ നിന്ന് വിദ്യാർത്ഥികളെ റാഗ് ചെയ്യുന്ന ദൃശ്യങ്ങളും പോലീസ് കണ്ടെടുത്തു. 1 വർഷം കൂടി കഴിഞ്ഞ് കോഴ്സ് പൂർത്തിയാക്കി നമ്മുടെയൊക്കെ ജീവന് സംരക്ഷണം ഒരുക്കേണ്ട വിദ്യാർത്ഥികളാണ് കൊടും ക്രിമിനലായി ജയിലിലേക്ക് പോകുന്നത്. ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോ ജസ്റ്റി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.